യോഗം ആരംഭിക്കുന്നതിനു മുൻപ് ഇടതുപക്ഷ കൗൺസിലർമാർ സമരത്തെ പിന്തുണച്ചുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചുള്ള ഐക്യദാർഢ്യത്തിൽ എല്ലാ കൗൺസിലർമാരും പങ്കെടുക്കണമെന്ന് വൈസ് ചെയർപേഴ്സൺ സി ജയകൃഷ്ണൻ യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ഇതിനെ പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാഖ് പിന്തുണച്ചു. അവിടെ നമ്മൾ ഒരുമിച്ചാണ് സമരം ചെയ്യുന്നത്, ഞങ്ങളോടുകൂടി അത് പറയേണ്ടതായിരുന്നു എന്നുള്ള ഒരഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ്. വളർന്നു വരുന്ന യുവതി യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ആയിട്ടുള്ള കോടിക്കണക്കായ യുവതി യുവാക്കളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും വേദനയിലും പ്രയാസത്തിലും ഈ കൗൺസിലിലെ ജനപ്രതിനിധികളോടൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ്. എന്നാൽ കലാപാന്തരീക്ഷത്തിൽ നടക്കുന്ന സമരത്തോട് ഐക്യപ്പെടാൻ സാധിക്കില്ലെന്നും ഇക്കാര്യത്തിൽ നഗരസഭയിൽ നടക്കുന്നത് നാടകമാണെന്നും ഇതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതായി BJP കൗൺസിലർ പി ജയൻ പറഞ്ഞു. ഒരു നാടകം എന്നുള്ള നിലയ്ക്ക് ഇവിടെ നടത്തുന്ന ഈ കലാപാന്തരീക്ഷത്തിൽ ഡൽഹിയിൽ നടത്തുന്ന ഇത്തരം സമരങ്ങളോട് ഒരു തരത്തിലും ഐക്യപ്പെടാനാവില്ല. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന, ഈ രാജ്യത്തിനെ വിഘടിത ശക്തികൾക്ക് വേണ്ടി കൂട്ടുനിന്ന് പ്രവർത്തിക്കുന്ന അത്തരത്തിൽ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഈ സമരത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ ഈ നഗരസഭയുടെ കൗൺസിൽ തയ്യാറാവരുതെന്ന് വളരെ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സാധാരണയായി കൗൺസിൽ യോഗം ചേരുന്നതിനു മുൻപ് അടുത്തിടെ അന്തരിച്ചവർക്ക് അനുശോചനം അറിയിക്കാറുണ്ടെന്നും ഈ അഭ്യാസങ്ങൾക്കു പകരം അതാണ് വേണ്ടതെന്നും പി ജയൻ പറഞ്ഞതോടെ തർക്കമായി. തുടർന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് യോഗം അനുശോചനം അറിയിച്ചു. മരിക്കാത്ത ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തരുത്. അഭ്യാസം നേരത്തെ പറഞ്ഞ നമ്മുടെ നീറ്റ് പരീക്ഷയുടെ ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കുട്ടികൾ ആത്മഹത്യ ചെയ്ത അവരുടെയും യോഗത്തിൽ ഈ കൗൺസിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തും. CCN ചെർപ്പുളശ്ശേരി.